Good morning. Today we can discuss about the poem The Old Playhouse by Kamala Das. Yesterday we already said about the introduction of the Kamala Das. Today also we can just pass through the introduction section. The poem is taken from The Old Plays and Other Stories 1973. The Old Playhouse taken from the anthologies Old Playhouse and Other Stories. It's published in 1973. It's written in first person narrative. The poet conveys his mind to Old Playhouse. The poem is about her yearning for true love. That is the poem's about. And this is a poem, The Old Playhouse, about the painful experience of her married life. The loss of freedom in her life is irreplaceable. After marriage, all women are replaced. Then they get a new house. Somebody cannot adjust these situations. As like this situation also have in this Kamala's life also. It vividly reveals the plight of a housewife who bewails that her egocentric and male-chauvinist husband has virtually reduced her full-blooded and aspiring self to mere entertaining a toy. ദാറ്റ്സ് ഓൾസോ ഇവിടെ നമ്മൾ ഓൾ പ്ലേ ഹൗസ് തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓൾ പ്ലേ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു പ്ലേ ഹൗസ് പോലെ ആ ഒരു സിമിലാരിറ്റിയാണ് ഈ കമലാദാസ് തൻ്റെ ലൈഫിൽ തന്നെ പറയുന്നത്. ഇപ്പോൾ ഒരു വൈഫിനെ ഒരു ഓൾ പ്ലേ ഹൗസ് പോലെയാണ് ഇവിടെ ഹസ്ബൻഡ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ യെസ്റ്റർഡേ ഓൾസോ വി സേ ദാറ്റ് അഡ്രസ്ഡ് യു എന്ന് പറയുന്നുണ്ട്. ദാറ്റ്സ് യു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മീൻസ് ഹസ്ബൻഡ് ഹു വാണ്ടഡ് ടു കട്ട് ഹെർ ഫ്രീഡം മൊമെൻറ്റ് ആൻഡ് ആക്ഷൻ ത്രൂ ഹിസ് സബ്റ്റിൽ മാനോറിങ്. ഒരു സ്ത്രീയുടെ എല്ലാ ഫ്രീഡവും എൻജോയ് ചെയ്യുന്നത് ഹസ്ബൻഡ് മാരീഡ് ലൈഫിൽ കഴിയുന്ന അവിടെ എത്തുമ്പോഴാണ്. അപ്പോൾ ഹസ്ബൻഡിൽ എത്തുമ്പോഴാണ് അവിടെ എത്തുമ്പോഴേക്കും ആ ഒരു ഫ്രീഡം അവൾക്ക് നഷ്ടപ്പെടുന്നത്. ഈ ഒരു പോയത്തിലും കമലദാസിൻ്റെ പോയത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന തീമാണെന്ത്? ഫെയിലിയർ, ഫ്രസ്ട്രേഷൻ, ലവ് ആൻഡ് മാരേജ്, ദെൻ അറ്റാക്ക് ഓൺ പാട്രിയാർക്കൽ സൊസൈറ്റി, ഡിക്കേയിങ് ഹർ ഡിസയേഴ്സ്, ദെൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പാട്രിയാർക്കി, ദെൻ കൺഫെഷണൽ പോയം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സഫറിങ്സ് ആസ് എ വുമൻ, സഫറിങ് ആസ് എ സബ്ജുഗേറ്റഡ് വൈഫ് ഈസ് ഹിയർ. ആൻഡ് ഫെയിലിയർ ആൻഡ് ഫ്രസ്ട്രേഷൻ, ലവ് ആൻഡ് മാരേജ്, isolation, quest for identity. These all themes are we can consider in this Old Playhouse poem. നമ്മൾ പോയത്തിലേക്ക് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ, യു പ്ലാൻ ടു ടൈം മിസ്സസ് സ്വാലോ ടു ഹോൾഡ് ഹർ ഇൻ ദ ലോങ് സമ്മർ ഓഫ് യുവർ ലവ് സോ ദാറ്റ് ഷീ വുഡ് ഫോർഗെറ്റ് നോട്ട് ദ റോസ് ഇസൻ അലോൺ ദ ഹോംസ് ലെഫ്റ്റ് ബിഹൈൻഡ് ബട്ട് ഓൾസോ ഈസ് നേച്ചർ, ദ എർത്ത് ടു ഫ്ലൈ ആൻഡ് എൻലെസ് പാത്വേസ് ഓഫ് ദ സ്കൈ. ഇവിടെ ഹസ്ബൻഡിനോട് പറയണത് the husband is planning to tame Mrs. Sallow. Here Sallow is considered as a wife. Like കമലദാസ് തന്നെയാണ് സാലോ ആയിട്ട് ഇവിടെ പറയുന്നത്. സാലോ is what is സാലോ? is a small bird. Then the husband is planning to tame Mrs. Swallow. ഇവിടെ ടൈം ചെയ്യാണ്, like considered as a bird, to hold her long summer of your love so that she would forget not the rose season alone, the homes left behind, but also in nature to earth to fly and the endless pathways of the sky. Here, the husband tamed the wife as a swallow to hold her in the long summer of your love. അവളെ ഒരു സമ്മർ കാലത്തിന് വേണ്ടി എന്താണ് അത്രയും അധികം അവളവിടെ അവൻ വെക്കുവാണ്. സോ ദാറ്റ് ഷീ വുഡ് ഫോർഗോട്ട് നോട്ട് ദ റോസ് സീസൺ അലോൺ. അപ്പോൾ അവിടെ മാരേജ് ചെയ്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കുറേ കാലം ഒരു സമ്മർ സീസണോട് അവിടെ ഉണ്ടായിരുന്നു. ദെൻ ദ റോസ് സീസൺ അലോൺ, ഇവിടെ ഫോർഗെറ്റ് ദ റോസ് സീസൺ അലോൺ എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് മീനിങ്? ഫോർഗെറ്റ് ദ റോസ് സീസൺ അലോൺസ് മീൻസ് ദ റോസ് സീസൺ എന്ന് ഉദ്ദേശിക്കുന്നത് ബിഫോർ ദ മാരേജ്. ഇപ്പോൾ ബിഫോർ മാരേജ് അവൾ അവിടെ സ്വന്തം വീട്ടിലുള്ള ആ ടൈമിൽ എന്തായിരുന്നു? അത്രയും ഹാപ്പിനെസ്സും ഒക്കെ ഉള്ളൊരു ടൈമായിരിക്കും. ആ ഒരു അവസരങ്ങളൊക്കെ എന്താണ് ഇവൾ മറക്കണം. ആൻഡ് ദ ഹോംസ് ലെഫ്റ്റ് ബിഹൈൻഡ് ബട്ട് ഓൾസോ ഹി നേച്ചർ ഓർ ടു ഫ്ലൈ. അപ്പോൾ അവിടെ വീട് മാത്രമല്ല, ഹെർ നേച്ചർ അല്ലേ, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നേച്ചർ. ആൻഡ് ദ എർത്ത് ടു ഫ്ലൈ മീൻസ് എന്താണ്? അവളുടെ ഡിസയർ, പറക്കാനുള്ള ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഹൈ ലെവലിലേക്ക് എത്തണമെന്നൊക്കെ അവൾ ആഗ്രഹിച്ചിരിക്കും. പക്ഷെ അതൊക്കെ എന്താണ് ഇവിടെ കേട്ടേൽ എല്ലാം സ്റ്റോപ്പായി പോവാണ്. ആൻഡ് ദ എൽലെസ് പാത്വേസ് ഓഫ് ദ സ്കൈ. അപ്പം ഉയരങ്ങളിൽ അത്രയും ഉയർച്ചയിലെത്താനും പുതിയ പുതിയ തലങ്ങൾ നേടാനൊക്കെ അവൾ അത്രയും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? അതെല്ലാം ഫോർഗെറ്റ് ചെയ്യണം എന്ന് പറയാണ് ഹസ്ബൻഡ്. ദാറ്റ് മീൻസ് എന്താണ്? തീരെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ല, ആദ്യത്തെ വീടിനോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ആൻഡ് നൗ ഷി വാണ്ട് ടു ഓൾസോ സെർവ് ഫോർ ഹസ്ബൻഡ് ഓൺലി.
can pass through the once more. The poet begins the word you. ഇപ്പോൾ ഫസ്റ്റ് തന്നെ യു പ്ലേഡ് ദ ടീം ഈസ് സാൽ എന്ന് പറയുമ്പോൾ പോയിറ്റ് എന്താണ് ദ വേർഡ് യു എന്നുള്ള അഡ്രസ്സിങ് ആയിട്ടാണ് പോയിറ്റ് പറയുന്നത്. ഇറ്റ് മെൻഷൻ ഹെർ ഹസ്ബൻഡ് ആൻഡ് ഷി അക്യൂസ് ഹിം ഫോർ ഹാവിങ് പ്ലാൻ ടു ടൈം ഹെർ ലൈക്ക് എ swallow. He wished to hold her in his long summer love. Then he wants to her forget. എന്തൊക്കെ മറക്കാനാണ് പറയുന്നത്? അതർ സീസൺ ആസ് ഷീസ് ഡ്രഞ്ച്ഡ് ഇൻ ഹിസ് ലവ് അല്ലേ, മറ്റുള്ള ആ ഒരു സീസൺ അതൊക്കെ അവൾ ഫോഗറ്റ് ചെയ്യണം. ഹെർ മെറ്റേണൽ ഹൗസ് ദാറ്റ് ഷീ ഹാസ് ലെഫ്റ്റ് ഫോർ ഹിം ആൻഡ് ഫൈനലി ഹെർ ഫ്രീഡം വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് അവളുടെ ക്യാരക്ടർ, അവളുടെ വിഷ് അല്ലേ, ഇൻ ദ അൺലിമിറ്റഡ് സ്കൈ, അതൊക്കെ അവൾ എന്ത് ചെയ്യണം, ഫോഗറ്റ് ചെയ്യണം. It was not to gather knowledge of yet another man that I came to you, but to learn what I was, and by learning to learn to grow. But every lesson you have gave us about yourself. അവൾ ഇവിടെ ആഫ്റ്റർ മാരേജ് ഷീ ഗെറ്റ് ദ ന്യൂ ഹൗസ്, her husband house. At that time she think that she was gather the knowledge. She wants to gather the knowledge. അവൾക്ക് കുറേ നോളജ് എന്ത് ചെയ്യണം അല്ലേ, കുറേ അറിവൊക്കെ നേടണം. ബട്ട് അവിടെ എത്തിയപ്പോൾ എന്താണ്, I was not to gather knowledge of yet another man that I came to you but to learn what I was. അവിടെ എത്തിയപ്പം അവളെന്താണെന്ന് അവൾ മറന്നുപോയി. ദെൻ ആരുടെ നോളജാണ്, ആരെക്കുറിച്ചാണ് അവൾ കൂടുതൽ മനസ്സിലാക്കിയത്, അവളുടെ ഹസ്ബൻഡ് അല്ലേ. ദാറ്റ് കെയിം ടു യു ബട്ട് ടു ലേൺ വാട്ട് ഐ വാസ് ആൻഡ് ബൈ ലേണിംഗ് ടു ലേൺ ടു ഗ്രോ ബട്ട് എവറി ലെസൺ യു ഗേവ് us about yourself. പക്ഷെ അവിടെ വന്നപ്പം അവൾക്ക് കുറേ നോളജ് ഗ്യാദർ ചെയ്യണം, ലേൺ ചെയ്യണം, ടു ലേൺ ടു ഗ്രോ എന്നൊക്കെ അവൾ വിചാരിച്ചിരുന്നു. ബട്ട് എവറി ലെസൺ, പക്ഷേ എല്ലാ ലെസണിലും എന്തിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് മാത്രമുള്ള ഒരു ലെസൺ മാത്രമേ അവളുടെ ലൈഫിലുള്ളൂ. അപ്പോൾ ഓൾവേസ് വിത്ത് ഹർ ഹസ്ബൻഡ്, അവളെക്കുറിച്ച് തന്നെ അവൾ മറന്നുപോയി, സ്വന്തം കാര്യം തന്നെ അവൾ മറന്നുപോയി. അപ്പോൾ തനിക്ക് കൂടുതൽ നോളജൊക്കെ കിട്ടണം, തന്നെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളെ തന്നെ കാര്യം മറന്നുപോയി. അവൾ ഹസ്ബൻഡിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരാളായി മാറാണ് ചെയ്യുന്നത്. ഈ ലൈനിലൂടെ പാസ് ചെയ്യണതാ, ഷീ ഡസ് നോട്ട് വിഷ് ടു ഗ്യാദർ നോളജ് ഓഫ് അനദർ മാൻ ദാറ്റ് ഈസ് ഹർ ഹസ്ബൻഡ് ആൻഡ് ഷീ ഹാസ് ടു കം ടു ലിവ് വിത്ത് ഹിം ടു ലേൺ അബൌട്ട് ഹെർസെൽഫ് ആൻഡ് ടു ഡെവലപ്പ് ഹെർസെൽഫ്. ബട്ട് ദ ആക്ച്വൽ ലെസൺ ഈസ് ഷീ ഹാസ് ലേൺ ആഫ്റ്റർ ഹർ മാരേജ് ഈസ് ഓൺലി അബൌട്ട് ഹർ ഹസ്ബൻഡ്. അവളുടെ മാരേജ് ശേഷം അവൾ അറിയുന്നത് ഹസ്ബൻഡിനെ കുറിച്ച് മാത്രമാണ്. ഷീ ഹാസ് നോട്ട് ഡൺ എനിത്തിങ് ടു പ്രോഗ്രസ് ഹെർസെൽഫ് ഇൻ ഹർ ലൈഫ്. അവൾക്ക് വേണ്ടി ജീവിച്ചില്ലല്ലേ, അവളുടെ ആ ഒരു പ്രോഗ്രസ് അവൾ തന്നെ മറന്നുപോയി. ഷീ ഹൈലൈറ്റ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് എ വുമൺ ഇൻ ദ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് വൺ അല്ലേ. ഈ ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലെ എല്ലാ സ്ത്രീ ജീവിതങ്ങളെയാണ് അവളിവിടെ എഴുതി കാണിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കണ്ട. യു ക്യാൻ ഗോ ബാക്ക്. നെക്സ്റ്റ് ലൈൻസ്, യുവർ പ്ലേസ് വിത്ത് മൈ ബോഡീസ് റെസ്പോൺസ് ഇറ്റ്സ് വെദർ ഇറ്റ്സ് യൂഷ്വൽ ഷാലോ കൺവെൻഷൻസ്. Your place with my body's response. The husband. Here, the husband were placed with her bodies. And its response, its weather, its usual shallow conversion. ഒരു ഹസ്ബൻഡ് വൈഫ് മാരേജിൻ്റെ റിലേഷൻഷിപ്പാണ് അവിടെ കാണിക്കുന്നത്. ദ ഹസ്ബൻഡ് ഈസ് പ്ലേസ് വിത്ത് ഹർ ബോഡി. ഇറ്റ്സ് എ യൂഷ്വൽ കൺവെൻഷൻസ്. ദ നെക്സ്റ്റ് ലൈൻ ഓൾസോ ഇൻഡിക്കേറ്റ് ദർ സെക്ഷൽ റിലേഷൻഷിപ്പ്. You dribble spit into my mouth. You pour yourself into every nook and cranny. Her husband poured himself in her. She said this into every nook and cranny. എല്ലാ വിധത്തിലും ഹസ്ബൻഡും അവളും തമ്മിൽ എന്താണ് യോജിച്ച് പോകുന്നത്. ഇറ്റ്സ് this occasion only. You embellish my poor lust with your bitter sweet juices. Here is also mentioned bitter sweet juices. അപ്പോൾ അവൻ്റെ കയ്പ് നിറഞ്ഞ എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾക്ക് ആഗ്രഹം, അവളുടെ ഡിസയർ എന്ന് പറയുന്നത് എന്താണ്, അവളുടെ ഡിസയറിന് അവൾ ബിറ്റർ എന്നാണ് പറയുന്നത്, ബിറ്റർ സ്വീറ്റ് ജ്യൂസസ് എന്നാണ് പറയുന്നത്. ഹിയർ ഷീ അക്യൂസ് ഹിം ഫോർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഹെർ ലവ്. ഹി ഈസ് പ്ലീസ്ഡ് ബൈ ഹെർ ബോഡ്ലി റെസ്പോണ്ട് ടു ഹിസ് ലവ് മേക്കിംഗ്. ഹി kisses her so hard that dribble spit into her mouth. She expects a peaceful romantic life, but to the contrary, he dominates her, calling her his wife. അപ്പോൾ ഒരു വൈഫ് എന്നൊരു സ്ഥാനം അവൾക്കുണ്ട്. ആ ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഡൊമിനേഷൻ പോലെയാണ്. ഹി ഡൊമിനേറ്റ്സ് ഹർ, calling her his wife. You called me a wife. I was taught to bring saccharine into your tea
ആൻഡ് ടു ഓഫർ ദ റൈറ്റ് മൊമെൻറ്റ് വിറ്റാമിൻസ്. അപ്പോൾ വൈഫ് എന്ന രീതിയിൽ ആ ഒരു ഡൊമിനേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? വൈഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് എങ്ങനെയാണ് ഹസ്ബൻഡിനോ സെർവ് ചെയ്യുന്നവരാണ്. ഐ വാസ് ടോട്ട് ടു ബ്രേക്ക്, അങ്ങനെ അവൾ പഠിച്ച കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ്? ബ്രേക്ക് സാക്രി ഇൻ ടു യുവർ ടീ, എത്ര ചായയിൽ എത്ര പഞ്ചസാരൻ്റെ അളവ് ഇല്ലേ, ടു ഓഫർ അറ്റ് ദ റൈറ്റ് മൊമെൻറ്റ് വിറ്റാമിൻസ്, ഇപ്പോൾ വേണ്ട ടാബ്ലറ്റ്സും ഇതെല്ലാം കൊടുക്കുന്ന ഒരാളിനെ ഒരു സെർവൻറ്റിനെ പോലെയാണ് ഇവിടെ ഈ ഒരു വൈഫ് മാറുന്നത്. ഷീ ഈസ് ട്രെയിൻ ടു സെർവ് ഹർ ഹസ്ബൻഡ്സ് ആസ് എ വൈഫ്. ഷീ ഈസ് സപ്പോസ് ടു ബി ഹിസ് വെൽ വിഷർ, സെർവിങ് ഹിം ടീ ആൻഡ് വിറ്റാമിൻ ടാബ്ലറ്റ്സ് അറ്റ് ദ റൈറ്റ് ടൈം. ഷീ ഈസ് എക്സ്പെക്റ്റഡ് ടു ഡു ഹർ കൺവെൻഷണൽ ഡ്യൂട്ടി ആസ് എ വൈഫ്. ദാറ്റ് ഈസ് ദ കൺവെൻഷണൽ ഡ്യൂട്ടി ഓഫ് എ വൈഫിലെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യുന്ന ഒരു കൺവെൻഷണൽ വൈഫ്. And she continued, covering beneath your monstrous ego, I ate the magic loaf and became a dwarf. Dwarf means ഫിസിക്കലൊക്കെ ഈ ഒരു ഹൈറ്റൊക്കെ ലെസ് ആയിട്ടുള്ള പീപ്പിളിനെയാണ് ഡ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? അവൾ അത്രയും ചെറുതായി പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കവറിങ് ബിനീത്ത് യുവർ മോൺസ്ട്രസ് ഈഗോ, ഈ ഹസ്ബൻഡിൻ്റെ ഈ മോൺസ്ട്രസ് ഈഗോയിൽ കൂടെ എന്താണ് ഞാനൊരു മാജിക് ലോഫ് കഴിച്ചതുപോലെ എന്ന് പറയുന്നത്. അത് കഴിച്ചൊരു ചെറുതായതുപോലെ ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അവൾ ചെറുതായി എന്നല്ല പറയുന്നത്, അവളുടെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതായി പോകുന്ന അവസ്ഥ. അവൾ എല്ലാവരുടെ ഇടയിൽ എന്താണ് ഒരു ചെറുതായി, നമ്മൾ ചെറുതായി പോകുമെന്ന് പറയുന്നില്ല, ഹൈറ്റിലല്ല, അല്ലാതെ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിലെ സ്ഥാനത്തിൽ തന്നെ നമ്മൾ ചെറുതായി പോകുന്നതിനാണ് ഇവിടെ ഡ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹിയർ ഷീ ട്രംബിൾസ് ബിനീത്ത് ഹിസ് ഈഗോ, സെൽഫ് ഇമ്പോർട്ടൻസ്. ദറ്റ് ഈസ് ഈഗോ ഇവിടെ സെൽഫ് ഇമ്പോർട്ടൻസ് ആണ്. She feels she has eaten some magical loaf that has made her small like a draft in her attitude. അവളുടെ ആറ്റിറ്റ്യൂഡിലും അവൾ തന്നെ എന്താണ് അത് അവളുടെ ആ ഒരു സമൂഹത്തെ തന്നെ ചെറുതായി എന്നുള്ളൊരു അവസ്ഥ പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. I lost my will and reason to all your question. I mumbled incoherent replies. Here she says that she lost her will. അവളുടെ എല്ലാ ഡിസയർ എല്ലാം അവൾക്ക് നഷ്ടമായി. ടു ഓൾ യുവർ ക്വസ്റ്റ്യൻ ഐ മംബിൾ ഇൻകോഹറൻറ്റ് റിപ്ലൈസ്. ചിലപ്പോൾ എന്താണ് നമുക്ക് ഈ ട്രാക്കിലെത്തല്ലേ ഒരു ലെവൽ കിട്ടാത്ത പോലെ അവളുടെ ആൻസേഴ്സ് ഒന്നും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ഐ മംബിൾ ഇൻകോഹറൻറ്റ് റിപ്ലൈസ്, ചോദിക്കേണ്ട കറക്റ്റ് ആൻസർ ഒന്നും ആയിരിക്കണമെന്നില്ല പറയുന്നത്. അപ്പം അത്രയും ഒരു അവസ്ഥ പോലെ ആയിപ്പോയി അവിടെ നിന്ന് അവൾ പറയുന്നു. ഷി സീസ് ദാറ്റ് ഷി ഹാസ് ലോസ് ഹർ ഡിറ്റർമിനേഷൻ ആൻഡ് ലോജിക് എക്സ്പ്ലനേഷൻ ടു ഹിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവരുടെ ഡിറ്റർമിനേഷനും ഒക്കെ നഷ്ടമായി കൊണ്ടെന്നാണ് ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ അവൾക്ക് കഴിയാതായി മാറുന്നു. ബീയിങ് ഡോമിനേറ്റഡ് ഷി മൊമേഴ്സ് വിത്ത് അൺക്ലിയർ റിപ്ലൈസ് ടു ഹിം. അപ്പോൾ അവനെന്ത് ചോദിച്ചാലും അതിൻ്റെ ഒരു ആൻസർ അല്ല, ഒരു കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് കൊടുക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ദാറ്റ് ഷോസ് എന്താണ് അവളുടെ ഡിറ്റർമിനേഷൻ, വിൽ പവർ എല്ലാം എന്താണ് ലോസ് ചെയ്ത് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ സമ്മർ ബീങ്സ് ടു പാൾ, ദറ്റ്സ് എ ഫാൾ. സമ്മർ സീസൺ ഫാൾ ചെയ്യുന്നൊരു ടൈമിൽ ഐ റിമെമ്പർ ദ റെഡ് ബ്രീസ് ഓഫ് ദ ഫാൾ ആൻഡ് സ്മോക്ക് ഫ്രം ബേണിംഗ് ലീവ്സ്. അപ്പോൾ എല്ലാ ലീവ്സ് ഇങ്ങനെ താഴെ ബ്രീസസിൽ എന്ത് ചെയ്യും, മരങ്ങൾ ഇലങ്ങനെ പൊഴിക്കും. ലാസ്റ്റ് ഈ ഇലകളൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കത്തിക്കും. അതാണ് ഐ റിമെമ്പർ ദ റെഡ് ബ്രീസസ് ഓഫ് ദ ഫാൾ ആൻഡ് സ്മോക്ക് ഫ്രം ദ ബേണിംഗ് ലീവ്സ്. ആ ഒരു ബേണിംഗ് ലീവ്സിന് വരുന്നൊരു സ്മോക്ക്, ആ ഒരു മണം അവൾക്കിങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ വരികയാണ്. ഹിയർ ഇസ് ദ ഇന്നർ മീനിങ്. സമ്മർ എന്ന് പറയുന്നത് ഹിസ് ലവ് എന്ന് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. With the loveless company of her husband, the summer is coming to an end. She remembers the redder breeze of the fall, the burning leaves which brings the smoke. It makes her life unclear and dull. അപ്പോൾ ഈ ഫോഗ് വന്നെന്ന് അറിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടൊന്നും കാണാൻ പറ്റില്ലേ. ലൈക്ക് ഈസ് അവളുടെ ലൈഫും അൺക്ലിയർ ആൻഡ് ഡൾ ആയി മാറി എന്ന് അവൾ മെൻഷൻ ചെയ്യണം. ദ പോയിറ്റ് മെൻഷൻ ഹേഴ്സ് ലൈഫ് ഈസ് അൺക്ലിയർ. ആ ഫോഗ് വന്ന് സ്മോക്ക് നിറഞ്ഞ് ആ സ്മോക്ക് മൈൻഡിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ ജീവിതവും ആ ഒരു പുക നിറഞ്ഞൊരു ജീവിതമായി മാറി. യുവർ റൂം ഈസ് ഓൾവേസ് ലൈറ്റ് ബൈ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്, യുവർ വിൻഡോസ് ഓൾവേസ് ഷട്ട്. യുവർ റൂം ഈസ് ഓൾവേസ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്. ഇവിടെ അവളുടെ റൂം എന്ന് പറയുന്നത് അവിടെ ഫുൾ ഓഫ് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അവിടെ ആർട്ടിഫിഷ്യൽ എന്ന് കാണിക്കുന്നതും നമുക്കൊരു ഇന്നറായിട്ട് വരില്ല. അവരുടെ ലവ് ഒക്കെ എന്താണ്, ഹസ്ബൻഡ് ലവ് എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിഫിഷ്യലാണ്. അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലവ് അല്ല. ആൻഡ് ദാറ്റ് ഷോസ് യുവർ റൂം ഈസ് ഓൾവേസ് ലൈറ്റ് ബൈ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ്, യുവർ വിൻഡോ ഈസ് ഓൾവേസ് ഷട്ട്. അപ്പോൾ ആ ജനങ്ങളൊന്നും തുറന്നിടാറില്ല. ഷട്ടാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവളുടെ ലൈഫും അതേപോലെയാണ്.
എല്ലാം ഒതുങ്ങിക്കൂടില്ലേ, പുറത്തേക്ക് ഒരു ഫ്രീഡം ഇല്ല. എല്ലാം ആ ഒരു അവരുടെ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു വീട് മാത്രമാണ്, അതിന് പുറത്തേക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥ, എല്ലാം അടച്ചിട്ടതുപോലെയാണ് അവളും എന്ന് ഇതിവിടെ ഉദ്ദേശിക്കാം. ഈവൻ ദ എയർ കണ്ടീഷണർ ഹെൽപ്പ് സോ ലിറ്റിൽ ആൾ പെർസീവ് ഇസ് മെയിൽ സെൻഡ് ഓഫ് യുവർ ബ്രീത്ത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ സ്മെല്ല്, ലൈഫ് കത്തിച്ച സ്മെല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആ ഒരു സ്മെല്ല് എന്ന് പറയുമ്പോൾ ഉള്ള നെക്സ്റ്റ് സ്മെല്ലിനെ പറ്റി പറയണം. അപ്പോൾ ദ എയർ കണ്ടീഷൻ ഹെൽപ്പ് സോ ലിറ്റിൽ ആൾ പെർസീവ് ഈസ് ദ മെയിൽ സെൻഡ് ഓഫ് യുവർ ബ്രെത്ത്. അപ്പോൾ അവളുടെ റൂമും ഒക്കെ അടച്ചിട്ടതാണ്, വിൻഡോ ഒക്കെ അടച്ചിട്ടതാണ്, അവിടെ എയർ കണ്ടീഷൻ ഉണ്ട്. പക്ഷേ എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ എന്താണ് ആ ഒരു ഹസ്ബൻഡിൻ്റെ സ്മെല്ല് അവിടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു മെയിൽ ഡോമിനേഷൻ അല്ലേ, എല്ലാവരുടെയും ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ടെന്നാണ് അവളവിടെ മെൻഷൻ ചെയ്യുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉദ്ദേശിക്കുന്നതാണ് ദ ഫേക്ക് ലവ്. അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ബൈ ഹർ ഹസ്ബൻഡ് ഈസ് ഫുൾ ഓഫ് ഫേക്ക് ലവ് ആൻഡ് ഷി ഹാസ് നോ ഫ്രീഡം. വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തെന്ന് പറയുമ്പോൾ നോ ഫ്രീഡം പറയാം. ദ എയർ കണ്ടീഷൻ, ഈവൻ ദ എയർ കണ്ടീഷൻ ഡസ് നോട്ട് ഹെൽപ്പ് ഹർ ആസ് എ യൂണിവേഴ്സ് ഈസ് ഡൊമിനേറ്റഡ് ബൈ ദ സ്മെൽ ഓഫ് ഹിസ് ബ്രീത്ത്. അപ്പോൾ ആ ഒരു റൂമിൽ തന്നെ എന്താണ് ഹസ്ബൻഡിൻ്റെ സ്മെല്ലാണ് നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ഡോമിനേഷൻ, അവിടെ പോലും ഹസ്ബൻഡിൻ്റെ ഡോമിനേഷൻ നമുക്ക് കാണാൻ കഴിയുമെന്ന് പോയിച്ച് പറയുന്നു. ദ കട്ട് ഫ്ലവേഴ്സ് ഇൻ ദ വേസ് ഹാവ് ബിഗൻ ടു സ്മെൽ ഓഫ് ഹ്യൂമൻ സ്വീറ്റ്. അപ്പോൾ അവിടെ ഫ്ലവർ വേസിൽ വെച്ച് കട്ട് ഫ്ലവേഴ്സ്, അതുപോലെ എന്താണ് ഹ്യൂമൻ്റെ സ്വീറ്റ് അല്ലേ, ആ ഹസ്ബൻഡിൻ്റെ സ്വീറ്റ് വേർപ്പാണ് സ്മെൽ ചെയ്യുന്നത്. അവിടെ കട്ട് ഫ്ലവേഴ്സ് എന്നും അവളെ പോയിറ്റിനെ ഉദ്ദേശിക്കാം. ഇപ്പോൾ ഒരു മുറിച്ച് വെച്ച ഫ്ലവേഴ്സ് അല്ലേ, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മുറിച്ച് വയ്ക്കപ്പെട്ട ഫ്ലവേഴ്സാണ് ഈ ഒരു വൈഫ്. ആ ഒരു ജീവിതമാണ് ഇവിടെ ഒരു മനുഷ്യൻ ചെയ്യുന്നത്, വേണമെങ്കിൽ നമുക്ക് ഒരു ഇന്നർ മീനിങ്ങിൽ കണക്കാക്കാം. ദ കട്ട് ഫ്ലവേഴ്സ് ഇൻ ദ വേസ് ഹാവ് ബിഗൻ ടു സ്മെൽ ഓഫ് ഹ്യൂമൻ സ്വീറ്റ്. ആ ഫ്ലവേഴ്സും ഒരു ഡോമിനേഷനിൽ, മെയിൽ ഡോമിനേഷനിൽ പെടുക്കാം. ദാറ്റ്സ് മെയിൽ ഡോമിനേഷൻ, മണത്തിലൊരു മെയിൽ ഡോമിനേഷൻ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇവിടെ എന്താണ് നല്ല സ്മെല്ലായിരിക്കും ഫ്ലവറിൻ്റെ, പക്ഷേ ഇവിടെ നല്ല സ്മെല്ലല്ല വരുന്നത്, ഹ്യൂമൻ സ്വെറ്റാണ്, ദ ഹസ്ബൻഡ് സ്വെറ്റാണ് ഇവിടെ സ്മെൽ ചെയ്യുന്നത്. വെള്ളത്തിലൊരു ഡോമിനേഷൻ ഉണ്ടെന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം. ദ ഡെക്കറേറ്റീവ് ഫ്ലവേഴ്സ് ഇൻ ദ വേസ് ഹാവ് ദ സ്റ്റാർട്ടഡ് ടു സ്മെൽ സ്വെറ്റ് ടു ഫോർ ഹസ്ബൻഡ് ഓൾസോ. ദർ ഈസ് നോ മോർ സിംഗിങ്, നോ മോർ ഡാൻസ്, മൈ മൈൻഡ് ഈസ് ഓൾ പ്ലേ ഹൗസ് വിത്ത് ഓൾ ലൈറ്റ്സ് പുട്ട് ഔട്ട്. ഇവിടെ അവിടെ കമ്പാരിസൺ അല്ല, ഓൾ പ്ലേ ഹൗസിനെ കമ്പയർ ചെയ്യാണ്. ദർ ഈസ് നോ മോർ സിംഗിങ്, ഒരു സിംഗിങ് ഇല്ല, ഡാൻസ് ഇല്ല. എൻ്റെ മൈൻഡ് എന്താണ് നല്ലൊരു പ്ലേ ഹൗസ് ആയിരുന്നു എൻ്റെ ഒരു മൈൻഡ്. പക്ഷേ ഇപ്പോൾ എന്താണ് എല്ലാ ലൈറ്റ്സ് പുട്ട് ഔട്ട് അല്ലേ, ഒരു ലൈറ്റൊന്നും ഇല്ലാത്ത എല്ലാം അണഞ്ഞ് കിടക്കുന്ന ജീവിതം തന്നെ കെട്ടടങ്ങിപ്പോയൊരു അവസ്ഥയാണ്. ആ ഒരു പ്ലേ ഹൗസാണ് ഇപ്പം എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പോയിന്റ് മെൻഷൻ ഹിയർ. നോ മോർ സിംഗിങ്, നോ മോർ ഡാൻസ് ഒക്കെ പറയുന്നത്. ഇൻ ഹർ ലൈഫ് ദർ ഇസ് നോ മോർ ജോയ് ഓഫ് സിംഗിങ് ഓർ ഡാൻസിങ്. ഹെർ മൈൻഡ് ഹാസ് ബിക്കം ആൻ ഓൾ പ്ലേ ഹൗസ് എറ്റ് ദ ലൈറ്റ് ഈസ് ഇൻ ഇറ്റ് ആർ പുട്ട് ഓഫ്. എല്ലാ ലൈറ്റും കെടുത്തു കഴിഞ്ഞ് ഒരു ശോകമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടെ ലൈഫിൽ. ദ സ്ട്രോങ് മാൻസ് ടെക്നിക്ക് ഈസ് ഓൾവേസ് ദ സെയിം. എല്ലാ മാൻ്റെയും ടെക്നിക്ക് എന്താണ്, എല്ലാം ഒരേപോലെയാണ്, എല്ലാ മീൽസും ഒരേപോലെയാണ്. ഈ സർവീസ് ലവ് ഹിറ്റ്സ് ലെത്തൽ ഡോസസ്, ഒരു ലിത്തൽ ഡോസസ് പോലെയാണ് അവർ അവരുടെ ലവ് വൈഫിനൊക്കെ കൊടുക്കുന്നത്. ഫുൾ ലവ് ഈസ് എ നാസിസ്, ദ വാട്ടേഴ്സ് ഏർച്ച് ഹോണ്ടഡ് ബൈ ഇറ്റ്സ് ഓൺ ലോൺലി ഫേസ്. ഇവിടെ പോയിറ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ ലവ് എന്ന് പറയുന്നത് എന്താണ്, നാസിസ് ലവ് എന്നാണ് പറയുന്നത്. അപ്പം അതിനു മുമ്പ് പറയുകയാണെങ്കിൽ ദ മാൻ ടെക്നിക്സ് അല്ലേ, എവിടെ പറഞ്ഞു ഓൾവേസ് ദ സെയിം, എന്താണ് ലിറ്റിൽ ഡോസസ് അല്ല, എ ഡോമിനേറ്റ് മാൻസ് ടെക്നിക് എന്ന് പറയുന്ന കോമൺ ആണ്, ലവ് ചെയ്യും. പക്ഷേ എന്താണ് ഹിസ് അൺറിയൽ ലവ്, റിയാലിറ്റി ഇല്ലാത്ത അൺറിയൽ ലവ് ഈസ് എന്ന് പറയുന്നത് ലിറ്റിൽ ഡോസസ്. എങ്ങനെയാണ് ചെറുതായി നമ്മൾ ഇഞ്ചിഞ്ചായി കൊല്ലില്ല. ലവ് ഈസ് ഡെത്ത് ലൈക്ക് എക്സ്പീരിയൻസ് വിച്ച് ഈസ് സർവ്ഡ് ഈസ് എ ഡെഡ്ലി ലോസസ്, ഒരു ഡെഡ്ലി ഡോസസ് പോലെയാണ് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ലവ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞായിരുന്നു ഫോർ ലവ് ഈസ് നാസിസ് ദ വാട്ടർ ഏർച്ച് ഹോണ്ടഡ് ബൈ ഇറ്റ്സ് ഓൺ ലോണി ഫേസ് ആൻഡ് യെറ്റ് ഇറ്റ് മസ്റ്റ് ബി സിക്ക് അറ്റ് ലാസ്റ്റ്. ഇവിടെ എന്താണ് ഷീ കമ്പേഴ്സ് ദ ലവ്, അവിടെ ഹസ്ബൻഡിൻ്റെ ലവ് നാസിസ് ആയിട്ട് പറയുന്നുണ്ട്. നാസിസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിലാണ് റിവർ ഗോഡ് സിഫിസിൻ്റെ സണ്ണായിട്ടാണ് നാസിസിനെ അറിയപ്പെടുന്നത്. ഹി വാസ് ഹണ്ടർ നോൺ ഫോർ ഹെർ ബ്യൂട്ടി, ഹി വാസ് വെരി പ്രൗഡ്. അവിടെ നെമിസിസ് ദ ഗോഡസ് ഓഫ് വെനഗൻസ് അട്രാക്റ്റഡ് ഹിം ടു എ പൂൾ. ഹി ഫെൽ ഇൻ ലവ് വിത്ത്സ് റിഫ്ലക്ഷൻ നോട്ട് നോയിങ് ദാറ്റ് ഈസ് ജസ്റ്റ് എൻ ഇമേജ്. തൻ്റെ ഇമേജ് എന്നറിയാതെ ഒരു വാട്ടർ പോണ്ടിലേക്ക്, ആ വാട്ടർ ബോഡിയിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് നാസിസിനെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഹി സ്റ്റാർട്ടഡ് അറ്റ് ഹിസ് റിഫ്ലക്ഷൻ അണ്ടിൽ ഹി ഡൈഡ്.
ഈ ഒരു മിത്ത് സിംബലൈസ് ചെയ്യുന്ന എന്താണ്? ദ ഫോൾ ഓഫ് അക്കൗണ്ട് ഓഫ് ഹിസ് സെൽഫ് ലവ്. അദ്ദേഹം ഈ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്, അദ്ദേഹത്തിന് മാത്രം സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വൈഫിന് ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, സ്വന്തം കാര്യം സിന്താബാദ് എന്നുള്ളൊരു ആ ഒരു കാര്യത്തിലൂടെ പോവാണ്. And yet it must be seek at last an end, a pure total freedom. It must will the mirror to shatter and the kind night to erase the water. And yet it must seek at last an end. എന്ത് ചെയ്യണം? ഈ ഒരു സെൽഫ്, അദ്ദേഹത്തിൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ സെൽഫ് ലവ് അല്ലേ, ആ ഒരു സെൽഫ് ലവും എൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? And yet it must seek at last an end, a pure total freedom. It must will the mirror. അപ്പോൾ അവിടെ നാസിസം എന്നുള്ള കൺസെപ്റ്റിനെ സ്വന്തം ഈ ഒരു പോണ്ടിൽ അല്ലെ വാട്ടർ നോക്കിൽ നിൽക്കുന്നതാണ് പറയുന്നത്. വാട്ടർ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മിററിനായിട്ടാണ്, വാട്ടറിനെ മിററായിട്ടാണ് പറയുന്നത്. അപ്പോൾ മിറർ നമ്മൾ സെൽഫ് ഇമേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സെൽഫ് ഇമേജ് ഇല്ലാതാക്കണം, എന്ത് ചെയ്യണം? മിറർ ഷട്ടർ ചെയ്യണം അല്ലേ, നമ്മൾ പൊട്ടി തക്കണം. ഇറ്റ് മസ്റ്റ് ബി വിൽ ദ മിറർ ടു ഷാറ്റർ. അപ്പം അത് അവൾ പറയാണ്, പോയിറ്റ് പറയണെന്ത്, ഈ ഒരു സെൽഫ് ലവ് ഇല്ലാതാക്കണമെങ്കിൽ മിറർ ഷാറ്റർ ചെയ്യേണ്ടി വരും. ആൻഡ് ദ കൈൻഡ് ഓഫ് നൈറ്റ് ടു ഇറേസ് വാട്ടർ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? രാത്രി വന്നിട്ടില്ലേ, ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ നമുക്ക് ആ വാട്ടറിൽ നമ്മളെ റിഫ്ലക്ഷൻ കാണാം, അല്ലെങ്കിൽ നൈറ്റ് വന്നിട്ട് അത് ഇറേസ് ചെയ്താൽ ഒരു സെൽഫ് ലവ് മായ്ക്കാം. ഷീ വിഷ്, ദാറ്റ് ഈസ് ഹർ വിഷ്. ഷീ വിഷസ് ടു സീ പോർ ലവ് ആൻഡ് ടോട്ടൽ ഫ്രീഡം എഗെയിൻസ്റ്റ് ദ ലിറ്റിൽ ലവ് ബിറ്റ്വീൻ ഹർ ആൻഡ് ഹർ ഹസ്ബൻഡ്. അപ്പോൾ അവിടെ വിഷസാണ് പറയുന്നത്, പ്യുർ ലവ് ആൻഡ് ടോട്ടൽ ഫ്രീഡം, ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ ഒരു ലീത്തൽ ലവ് അവിടെ മാറ്റിന് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആവണം എന്ന് അവൾ വിഷ് ചെയ്യണം. ഷി വാണ്ട്സ് ടു വിൻ ഓവർ ദ ഫാൾസ് മിറേർഡ് ഇമേജ് ഓഫ് ലവ് ദാറ്റ് മൈറ്റ് ബി സെൽഫ് ഡിസ്ട്രക്റ്റീവ്. ഈ ഒരു ഫാൾസ് മിറേർഡ് ഇമേജ്, തന്നെ സ്വയം സ്നേഹിക്കുന്ന ആ സെൽഫ് ലവ്, ആ ഒരു സെൽഫ് ഡിസ്ട്രക്റ്റീവ് നേച്ചറിന്, അപ്പം അവിടെ വിഷ് എന്ന് പറയുന്നത് ആ ഒരു മിറർ ഇമേജിനെ അതിനെ ഓവർകം ചെയ്യണം അല്ലേ. അവളെ തന്നെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് അവളുടെ ഹസ്ബൻഡ് മാറണം. അതൊക്കെ അവിടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോയത്തിലൂടെ, കമലാദാസ് ഓൾഡ് പ്ലേ ഹൗസ് എന്ന ഒരു പോയത്തിലൂടെ പറയുന്നത്. ഇതിലൂടെ പോയറ്റ് കാണിക്കുന്നതാണ് ദ ടോട്ടൽ ഡിസെൻഗേജ്മെൻറ്റ് വിത്ത് ഹർ മാരീഡ് ലൈഫ് ആൻഡ് ഇറ്റ് എ ഡിസാസ്ട്രസ് കോൺസിക്വൻസ് ഓഫ് ഓൺ ഹർ ലൈഫ്. ഇറ്റ് ഈസ് എൻ ഓപ്പൺ പ്രൊട്ടസ്റ്റ് എഗെയിൻ ഹർ ഈഗോസ്റ്റിക്കൽ ഹസ്ബൻഡ് അല്ലേ. അല്ല, ഹസ്ബൻഡിനെ ഒരു പ്രൊട്ടസ്റ്റ് എതിർത്തായിട്ടെല്ലാം തുറന്നടിച്ച് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു ഗ്രാറ്റിഫിക്കേഷനും അവരുടെ ഒരു ഡിസയറിനും ഒരു വിലയും വെക്കാത്ത ഒരാളാണ്. ആൻഡ് ഓൾസോ ഈ അവിടെ പറയുന്നത് എന്താണ്? ദ ഫീമെയിൽ പേഴ്സോണ എക്യൂസ് ഹർ ഹസ്ബൻഡ് ഫോർ ഡൊമസ്റ്റിക്കലി ഹർ ലൈക്ക് എസ് എ സ്വാലോ ആയിട്ടാണ് ഫസ്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ടേമിങ് ആയിട്ടാണ് ഹസ്ബൻഡ് ഇവളെ ടേം ചെയ്തെടുക്കുകയാണ്. അത് ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റീനെ കാണിക്കുന്നു. ഒരു മെയിൽ ഡോമിനേഷൻ സൊസൈറ്റിയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്ന് പറയുന്നത് മെയിൽ ഡോമിനേഷനാണ്. അപ്പോൾ എല്ലാ പുരുഷന്മാരും സ്ത്രീകളെ ഇങ്ങനെ വീട്ടിനുള്ളിൽ ഒതുക്കി വയ്ക്കുകയാണെന്നാണ് പറയുന്നത്. ആ ടൈമിലൊരു ഒരു യാഥാസ്ഥിക സ്ഥിതി എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പോയിട്ട് ഒരു ഓൾഡ് പ്ലേ ഹൗസ് എന്നൊരു പോയം എഴുതിയിരിക്കുന്നത്. ഇനിയും വീഡിയോ ലോങ് ആയി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ ഉള്ളൂ. യു ക്യാൻ ഓൾസോ വാച്ച് ദിസ് ഫുൾ വീഡിയോ.